വിശ്വസിയാക്കി സ്തുതിയായിരിക്കട്ടെ. എങ്ങനെയുണ്ട് നോമ്പ് കാലമൊക്കെ? അടിപൊളിയായിട്ട് കൊണ്ടല്ലേ അല്ലേ? ഈ നോമ്പ് കാലത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ബൈബിളിലെ സഖ്യവൂസ് ആണ്. സഖ്യവൂസ് ആൾക്ക് ഏറ്റവും കൂടുതൽ വലിയൊരു ആഗ്രഹം ആൾക്ക് ഈശോനെ കാണണം എന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ സഖ്യവൂസിന് ഈശോനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം വന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കറിയാം സഖ്യവൂസ് ഭയങ്കര ഒരു ധനികനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. മറ്റുള്ള ആളുകൾ സഖ്യവൂസിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സഖ്യവൂസിന്റെ മുമ്പിൽ എഴുന്നേറ്റ് വെക്കും, സഖ്യവൂസിനെ അഭിവാദനം ചെയ്യും. ഇങ്ങനെ എല്ലാ പ്രശംസകളും എല്ലാ അധികാരത്തിൻ്റെതായിട്ടുള്ള എല്ലാ സുഖങ്ങളും സഖ്യവൂസിനുണ്ടായിരുന്നു. പക്ഷേ ഈ സഖ്യവൂസ് എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവും, രാത്രി കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, എന്റെ ദൈവമേ എനിക്കൊക്കെ ഈ സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ എന്നെങ്കിലും ഒരല്പം സമാധാനം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും ഒരു സന്തോഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും. ഈ സഖ്യവൂസ് എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഗാഠമായിട്ട് ചിന്തിച്ചതിന്റെ പിറ്റേ ദിവസം ഈ സഖ്യവൂസ് തീരുമാനിക്കുകയാണ്, ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ ഈശോനെ കാണണം. ഈ ഈശോ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എന്നെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് ഈ സഖ്യവൂസ് ഉറപ്പായിട്ടും വിശ്വസിക്കുകയാണ് ജീവിതത്തിൽ. അങ്ങനെ ഈ വലിയൊരു ജനക്കൂട്ടം ഈശോയുടെ പിന്നാലെ നടക്കുന്നുണ്ട്. പക്ഷെ ആ ജനക്കൂട്ടത്തെ ഒക്കെ വെട്ടിച്ചുകൊണ്ട് സഖ്യവൂസ് ഒരു അന്യായ ഓട്ടോടണേ. നമ്മ ഉസൈൻ ബോൾട്ടൊക്കെ ഓടണ പോലെ നമ്മുടെ സഖ്യവൂസ് ഓടണേ. ഈ ഓടണ ഓട്ടം സഖ്യവൂസിന് അറിയാം, താൻ ഓടിയിട്ടും കാര്യമില്ല. സഖ്യവൂസിന്റെ ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് സഖ്യവൂസിന് പൊക്കൂല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് സഖ്യവൂസ് ഒന്നാമത്തെ കാര്യം, അവന്റെ കുറവും അവൻ മനസ്സിലാക്കി. അവന് പൊക്കൂല. ഈശോനെ കാണാൻ വേണ്ടി ഇവരെന്താ ചെയ്തത്? ഈ പൊക്കൂലായ്മേനെ ഒന്ന് മാറ്റണമല്ല. അപ്പൊ ഇവൻ കണ്ടുപിടിച്ചാണ് ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരിക്കുക എന്നുള്ളത്. ഇവൻ ഈശോനെ കാണാന്നുള്ള ഒരു ഒറ്റ ആഗ്രഹത്തിൽ ഈ സിക്കമൂർ മരത്തിലേക്ക് ഓടിപ്പടഞ്ഞ് കയറണേ. ഈ ഓടിപ്പടഞ്ഞ് കയറുന്ന സമയത്ത് മിക്കവാറും എന്റെ കൈയും കാലൊക്കെ പൊട്ടിയിട്ടുണ്ടാവും, അവിടെ ഒക്കെ വരഞ്ഞിട്ടുണ്ടാവും, ഒരല്പം വേദന എടുത്തിട്ടുണ്ടാവും, ഇച്ചിരി നീറിയിട്ടുണ്ടാവും. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഈശോ ഇവന്റെ അടുത്തേക്ക് വന്നെ. എന്താണല്ലേ, നമ്മളൊന്ന് ആലോചിക്കേ, എന്തുകൊണ്ടായിരിക്കും ഈശോ സഖ്യവൂസിന്റെ അടുത്തേക്ക് വന്നത്? ഈശോയ്ക്ക് നേരത്തെ അറിയാമോ സഖ്യവൂസ് അവിടെ കയറിപ്പെടുന്നൊക്കെ? അറിയായിരിക്കാം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈശോ സഖ്യവൂസിന്റെ പ്രയത്നങ്ങളെയാണ് അവിടെ വിലമതിച്ചത് ഏറ്റവും കൂടുതൽ, അല്ലെ? അവന് ഓടി ഈശോനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. ഒന്നാമത്തെ കാര്യം, അവനൊരു ആഗ്രഹം ഉണ്ടായി, അവനൊരു തീരുമാനം എടുത്തു, അല്ലെ? ഈശോനെ കാണണം. രണ്ടാമതായിട്ട് ഈശോനെ കാണാൻ വേണ്ടി അവനെടുത്ത പ്രയത്നങ്ങളാണ്. അവൻ ഓടി, അവൻ ആ സിക്കമൂർ മരത്തിൽ വലിഞ്ഞു കയറി, അവന്റെ മേലൊക്കെ പൊട്ടിയിട്ടുണ്ടാവും, ആ വേദന. ഇത്രയും പ്രയത്നങ്ങള് സഖ്യവൂസ് അനുഭവിച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, ആ പ്രയത്നങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് സഖ്യവൂസ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യം, തടസ്സങ്ങൾ ഉണ്ടായാലും ആ തടസ്സങ്ങളെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് ഓടണം എന്നുള്ളൊരു കാര്യമാണ്. ഈ മൂന്ന് കാര്യങ്ങളെയാണ് ഒരു നോമ്പ് കാലത്തിൽ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. നമ്മൾ ഇന്നത്തെ ഈ നോമ്പുകാലം 2-ാം ഞായറിലെ ഉൽപ്പത്തി പുസ്തകത്തില് 13-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ കാണുന്നത് അബ്രാമിന്റെ ലോത്തിന്റെയും കഥ. ഈ അബ്രാം ലോത്തിന് തനിക്കുണ്ടായിരുന്ന സമ്പത്തൊക്കെ അബ്രാം ലോത്തിനോട് പറയുന്നുണ്ട്, വലതുഭാഗം വേണമെങ്കിൽ വലതുഭാഗം എടുത്തോ, ഇടതുഭാഗം വേണമെങ്കിൽ ഇടതുഭാഗം എടുത്തോ, എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളിടത്തേക്ക് പൊക്കോളാൻ പറയുന്നുണ്ട്. അപ്പൊ അബ്രാഹാം തന്റെ സമ്പത്ത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കണേ. അബ്രാഹത്തിന് ഏറ്റവും വലുത് എന്താണ്? എന്നിട്ട് നമുക്ക് കാണാം അബ്രാം കർത്താവിൽ ആശ്രയിക്കണേ. പ്രിയപ്പെട്ടവര്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു നോമ്പ് കാലത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൈയടക്കി വെച്ചിരിക്കുന്ന ചില സമ്പത്തുകൾ അതൊന്ന് മാറ്റാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതിന് സഖ്യവൂസ് എടുത്ത 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ജീവിതത്തിൽ. ഒന്നാമത്തെ കാര്യം, ഒരു തീരുമാനം എടുക്കണം. എനിക്ക് മാറണം, കളം മാറ്റി ചവിട്ടേണ്ട സമയമായി. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. 1. രണ്ടാമത്തെ കാര്യം, ആ എടുത്ത തീരുമാനത്തിനെ പ്രാവർത്തികമാക്കണം. അത് പ്രാവർത്തികമാക്കാനായിട്ട് എന്തൊക്കെ പ്രയത്നങ്ങളാണ് ഞാൻ എടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം. സഖ്യവൂസ് ഓടിയില്ലേ, മരത്തിൽ വലിഞ്ഞു കയറിയില്ലേ, അവന്റെ പ്രയത്നങ്ങളാണ്. മൂന്നാമതായിട്ട് തടസ്സങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ആ തടസ്സങ്ങളെയൊക്കെ മറികടക്കണം. ജനങ്ങൾക്ക് മുൻപേ അവൻ ഓടി. ആ ജനക്കൂട്ടം ചിലപ്പോൾ ഒരു തടസ്സമായിരിക്കും,
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ചില തടസ്സങ്ങൾ ഉണ്ടാവും ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നോമ്പ് കാലത്തിൽ ഇപ്പൊ ചിലര് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എടുക്കണ്ടാവും, അതായത് ഫോണിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയേക്കാന്ന്. പക്ഷെ ഇരുന്ന് ബോറടിച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ കൈ ഫോണിലേക്ക് പോകും അല്ലെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് പോകും, ടി വിയിലേക്ക് പോകും. ചിലർക്ക് സീരിയല്, അല്ലെങ്കിൽ ചിലർക്ക് അങ്ങനത്തെ ചില കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത പോകും. പക്ഷെ ഈ പ്രലോഭനങ്ങളൊക്കെ കുറച്ച് നേരത്തേക്ക് ഇതിന്റെ സുഖമുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് അല്ലെ? ആ സീരിയല് തീരുന്നത് അല്ലെങ്കിൽ ആ മൊബൈലിൽ കാണുന്ന കാര്യം വരെ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ വാട്സപ്പിലോ എന്തിനെങ്കിലും ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം, അത്രയേ ഉള്ളൂ നമ്മുടെ സുഖങ്ങളും സന്തോഷങ്ങളും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്കൊന്ന് മാറ്റിക്കൂടെ? കളം മാറ്റി ചവിട്ടേണ്ട സമയമായി. ഓരോ നോമ്പുകാലവും നമ്മളോട് പറയണ കളം മാറ്റി ചവിട്ടാനാണ്. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കണേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഓച്ചിറ ധ്വനി എന്ന് പറയുന്ന ഒരു നാടക ട്രൂപ്പ് അവതരിപ്പിച്ച ആകാശം എന്ന് പറയുന്ന ഒരു നാടകം ഞാൻ കണ്ടു. ആ നാടകത്തില് തകർന്ന് തരിപ്പണമായിട്ട് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മകനോട് അവന്റെ മുത്തശ്ശൻ പറയുന്ന ഒരു ഡയലോഗ് ഞാൻ വളരെ കൃത്യമായിട്ട് ഓർക്കുക. മുത്തശ്ശൻ പറയുന്നത് ഇങ്ങനെയാണ്: മോനെ, വീണെടുത്ത് തന്നെ കിടക്കുന്നവനുള്ളതല്ല ജീവിതം, പക്ഷെ ആ വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് സ്വന്തം ജീവിതത്തിനെ നോക്കി വെല്ലുവിളിക്കുന്നവനുള്ളതാണ് ജീവിതം. അങ്ങനെ വെല്ലുവിളിക്കാനായിട്ട് ഓരോ നോമ്പുകാലവും നമ്മളെ ക്ഷണിക്കേണ്ടത്. മനുഷ്യൻ വെറും ഒരു പൊടിയാണ്, എത്ര നാൾ ജീവിക്കുന്നൊന്നും അറിയാൻ പാടില്ല. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായം 7-ാം തിരുവചനം: മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അവൻ തിരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ടുപോകണില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഈ സുഖങ്ങളൊക്കെ തേടിപ്പോണം? ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് മുകളിലിരിക്കണ ഈശോയാണ്. ആ സുഖത്തിനെ രുചിച്ചു നോക്കിയണ്ട, രുചിച്ചു നോക്കണം. 1000ങ്ങളെക്കാൾ സുന്ദരനാണ് അവൻ, കണ്ടതിലെ ഏറ്റവും നല്ലവൻ, പ്രണയിക്കാൻ പറ്റാത്ത പ്രണയം. ആ പ്രണയത്തിനെ തേടിപ്പോയാ പോരെ? വേറെ ഏത് പ്രണയം നമുക്ക് വേണം? എല്ലാവർക്കും നല്ലൊരു നോമ്പ് കാലം ആശംസിക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.